വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. CMRL എക്സലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയും പിണറായി വിജയനെയും കൈവിട്ട ശശിധരൻ കർത്ത. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശശിധരൻ കർത്ത നൽകിയ മൊഴിയിൽ പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്ക് പണം നൽകിയതെന്ന് കർത്ത പറഞ്ഞു. വീണയോ എക്സാലോജിക്കോ CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും കർത്തയുടെ മൊഴി. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 2.78 കോടി രൂപയാണ് വീണയ്ക്കും എക്സാലോജിക്കുമായി CMRL നൽകിയത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് ഈ പണം കൈമാറിയത് എന്ന് ED കണ്ടെത്തിയിരുന്നു. സേവനങ്ങളൊന്നും നൽകിയിരുന്നില്ല എന്ന കാര്യം വീണ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന കാര്യം ED റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും എന്ന നിലയിലായിരുന്നു പണമിടപാട്. കൂടാതെ ശശിധരൻ കർത്തയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോണും നൽകിയിരുന്നെന്ന് മൊഴിയിൽ പറയുന്നു. CMRL എക്സലോജിക് മാസപ്പടി കേസിൽ വീണയ്ക്കും പിണറായിക്കും കുരുക്കായിരിക്കുകയാണ് ശശിധരൻ കർത്തയുടെ മൊഴി. കരാർ നൽകിയത് പിണറായിയുമായുള്ള അടുപ്പം കാരണമെന്നൊടുവിൽ കർത്ത തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. സേവനം നൽകിയിട്ടില്ല. 2024 ഏപ്രിലിൽ വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലാണ് കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. മരവിപ്പിക്കൽ നടപടി സംബന്ധിച്ച് ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീണ ടിയുടെ 16 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചത്. സ്വന്തം പേരിലും കമ്പനികളുടെ പേരിലും നിക്ഷേപിച്ച പണമാണിത്. വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15 ലക്ഷവും മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ ലോക്കറും മരവിപ്പിച്ചവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. വീണയുടെ അക്കൗണ്ടിൽ 1.37 ലക്ഷം രൂപയാണുള്ളത്. ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും 26 കോടിയും മരവിപ്പിച്ചു. ആലപ്പാട് ഖനനം നടത്താനുള്ള അധികാരം IREക്കും KMRLനും മാത്രമാണ് ഉള്ളത് എന്നെങ്കിലും സ്വകാര്യ കമ്പനികളെ ഖനനത്തിന് അനുവദിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കർത്ത അവിടെ ഭൂമി വാങ്ങിക്കൂട്ടിയത്. സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്ക് ഖനനത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് CMRLന് വേണ്ടി കർത്ത സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം നടത്താമെന്നും എന്നാൽ അതൊക്കെ ഏതൊക്കെ മേഖലകളിൽ കമ്പനികളെ ഖനനം നടത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. പെരിയാറിനെ മലിനീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ശശിധരൻ കർത്തയ്ക്കെതിരെ പലതവണ സമര രംഗത്തിറങ്ങിയിരുന്നു. ഇയാൾക്കെതിരെ സമരം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയകത്തിട്ട സംഭവങ്ങളുമുണ്ട്. പമ്പ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കരാർ നഷ്ടപ്പെടാൻ ഇടയാക്കിയതാണ് പരിസ്ഥിതി പ്രവർത്തകരോടുള്ള വൈരാഗ്യത്തിന്റെ പ്രധാന കാരണം. കമ്പനിയിലെ മാലിന്യങ്ങളിലെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പമ്പ ശുദ്ധീകരിക്കാമെന്ന അവകാശവാദത്തോടെയായിരുന്നു പദ്ധതി. എന്തായാലും ഇപ്പോൾ ശശിധരൻ കർത്തയുടെ ഇങ്ങനെ ഒരു മൊഴി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താണ് EDയുടെ അടുത്ത പടി എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. വളരെ നാളുകളായി നീണ്ടുപോകുന്ന ഈ മാസപ്പടി കേസിൽ ഒരു തീരുമാനമാകാതെ പോകുന്ന മാസപ്പടി കേസിൽ വീണ്ടും നിർണായകമായിരിക്കുകയാണ് ശശിധരൻ കർത്തയുടെ മൊഴി. ഈ മൊഴി പിണറായിയെയും വീണയും കുരുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ.